തനിക്ക് പോകാൻ അനുവാദമില്ല. മാന്ത്രികാഭിനയത്തിന്റെ മമ്മൂട്ടി മനയിലേക്ക് സ്വാഗതം. അവാർഡിന് ഇവിടം വിട്ടു പോകാൻ അനുവാദമില്ല. ചരിത്രം വീണ്ടും മമ്മൂട്ടിയുടെ പേരിൽ. ഇന്ത്യൻ സിനിമ വീണ്ടും എഴുന്നേറ്റ് കൈയടിച്ച ആ നിമിഷം. ഒരു നടൻ 5 പതിറ്റാണ്ടിലേറെ നീണ്ട സിനിമാ ജീവിതം. ഇന്നും ഓരോ കഥാപാത്രത്തിലും സ്വയം പുതുക്കുന്ന അത്ഭുതം. അതാണ് മമ്മൂട്ടി. 72ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അസാധാരണ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കി. ഈ നേട്ടം അദ്ദേഹത്തിന്റെ 4ാമത്തെ ദേശീയ അംഗീകാരമാണ്. ഭ്രമയുഗം ഒരു സിനിമ മാത്രമായിരുന്നില്ല, അഭിനയത്തിന്റെ അതിരുകൾ വീണ്ടും എഴുതിയ പ്രകടനമായിരുന്നു അത്. 1980കളിൽ തുടങ്ങി ഇന്നുവരെ മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയ നടൻ, ഒരു വടക്കൻ വീരഗാഥ, വിധേയൻ, പൊന്തൻമാട, ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ മുതൽ പേരൻ, നൻപകൽ നേരത്തു മയക്കം, കാതൽ, ദ കോർ, റോഷാക്ക്, ഒടുവിൽ ഭ്രമയുഗം വരെ ഓരോ സിനിമയിലും പുതിയൊരു മമ്മൂട്ടിയെ തന്നെയാണ് പ്രേക്ഷകർ കണ്ടത്. സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തെക്കാൾ വലിയൊരു പേര് അദ്ദേഹത്തിനുണ്ട്: അഭിനയം. കാലം മാറിയാലും കഥാപാത്രങ്ങളോടുള്ള ആ വിശപ്പാണ് മമ്മൂട്ടിയെ ഇന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളാക്കി നിലനിർത്തുന്നത്. ഇതൊരു ദേശീയ പുരസ്കാരം മാത്രമല്ല, മലയാള സിനിമയുടെ അഭിമാന നിമിഷം കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഓരോ മലയാളിയും ഒരേ സ്വരത്തിൽ പറയുന്നത്: മമ്മൂക്ക, നിങ്ങൾ ശരിക്കും ഇന്ത്യൻ സിനിമയുടെ അഭിമാനമാണ്.